ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാർ പ്രയോഗത്തിന് അടച്ചുപൂട്ടിയൊന്നും ചെയ്യണ്ട. മക്കൾ വൃത്തം പഠിക്കാൻ ഉമ്മി പാപ്പി എന്ത് ചെയ്താൽ മതി? ജനിച്ച് വീഴുന്നത് മുതൽ ഹലാലായ ഭക്ഷണം കൊടുത്താൽ മതി. ഹലാലായ ഭക്ഷണം കൊടുത്താൽ മക്കൾ നേടിയായിക്കോളും. അടിയും വേണ്ട, ഇടിയും വേണ്ട, ചാട്ടവാറും വേണ്ട. കാരണം അവർ പഠിപ്പിക്കുന്ന വിഷയം നമ്മളിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാ ചെലവാക്കുന്നത്. എന്തോരം സ്ഥാപനങ്ങളാണ്. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ചെറുങ്ങനെ പഠിച്ചാൽ മതി. അത് പ്രകാശിപ്പിച്ചു തരും അല്ലാഹു തആല ഹലാലായ ഭക്ഷണം കഴിച്ചാൽ. ഹലാലായ ഭക്ഷണം വലിയ വിഷയമാണ്. പക്ഷെ നമ്മൾ ചില കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൽ തന്നെ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ നമുക്കത് വലിയ അത്ഭുതമായിട്ട് തോന്നും, അല്ലെങ്കിൽ കൊച്ചായിട്ട് തോന്നും. ഇതൊരു വലിയ വിഷയമാണ് ഹലാലായ ഭക്ഷണം എന്നത്. ഹലാലായ ഭക്ഷണം എന്നത് വലിയ വിഷയമാണ്. അത് ഏത് ഭക്ഷണമായിരുന്നാലും ശരി, ഫ്രീ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നാന്നുള്ളത് ഈ ഉമ്മത്തിന്റെ സ്വഭാവമായി പോയി. അതിൽ പെട്ടതാണ് കല്യാണം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, കല്യാണം എന്നതൊരു ഇബാദത്താണ്. നിക്കാഹ് ഇബാദത്താണ്, നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, നിക്കാഹും ഇബാദത്താണ്. ഹജ്ജിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂല, നിസ്കാരത്തിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂല, നോമ്പിൽ നമ്മളെ വകയൊന്നും കൂട്ടാൻ പറ്റൂല, നിക്കാഹിലും നമ്മളെ വകയൊന്നും ആക്കാൻ പറ്റൂല. നിക്കാഹിന്റെ പേരിൽ ഒരു ഭക്ഷണമേ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളൂ. കല്യാണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ ഒറ്റൊരു ഭക്ഷണമേ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ. അത് വലീമ മാത്രമാണ്. കല്യാണത്തിന്റെ പേരിൽ ഒറ്റ ഭക്ഷണമേ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ ദീനുൽ ഇസ്ലാം. അല്ലാത്ത ഭക്ഷണങ്ങൾ മുഴുവനും ബിദ്അത്തിന്റെ ചോറാണ്. കല്യാണത്തിന്റെ പേരിൽ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് തലേന്ന് പോയി തിന്നുന്ന ചോറ് എന്തടിസ്ഥാനത്തിലാ? ഫ്രീ കിട്ടുന്നതെല്ലാം തിന്നല്. ആരെ സ്വഭാവ? 4 കാലും 1 വാലുള്ള മൃഗത്തിന്റെ സ്വഭാവമല്ലേ കിട്ടുന്നതെല്ലാം തിന്നല്? മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണോ അത്? മൈലാഞ്ചിന്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കൽ നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ട് ആരുണ്ടാക്കിയ ബിദ്അത്താ? അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ബിദ്അത്താണോ? സമ്പ്രദായമാണോ? ഫാത്തിമ ബീവിന്റെ കല്യാണം എങ്ങനെയാണോ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയത്? എന്തേ ഫാത്തിമാന്റെ കാര്യത്തിൽ, കല്യാണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നാം ഒഴിവാക്കിയത്? നമ്മൾ ഏത് കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് കൈ അനക്കുന്ന കാര്യത്തിൽ, ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ, തസ്ബീഹ് ചെല്ലുന്ന കാര്യത്തിൽ, ഖുനൂത്ത് ഓതുന്ന കാര്യത്തിൽ, റക്അത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ സകല കാര്യത്തിൽ, അറാഖിന്റെ കൊള്ളിന്റെ നീളം മുറിക്കുന്ന വിഷയത്തിലും കൂടി നാം സുന്നത്ത് അന്വേഷിച്ചില്ലേ? എന്തേ മക്കളെ കല്യാണത്തിന്റെ വിഷയത്തിൽ സുന്നത്ത് അന്വേഷിക്കാതെ പോയത്? എന്റെ മക്കളെ കല്യാണം ജൂതവൽക്കരിക്കപ്പെട്ടത് എപ്പോൾ മുതലായിരുന്നു? ഇതിൽ പണ്ഡിതന്മാർ ഒഴിവാണോ? പാമരന്മാർ ഒഴിവാണോ? ഉമറാക്കൾ ഒഴിവാണോ? മക്കളെ കല്യാണത്തിന്റെ ഏർപ്പാടുകൾ നമ്മളെ വക കുറെ കൂട്ടിയില്ലേ നമ്മൾ? നമുക്കെന്താ അവകാശം കൂട്ടാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കെട്ടിയിട്ടുണ്ട്. ആ മക്കൾ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഈ ഉമ്മത്തിനെ. ഫാത്തിമത്തു സുഹ്റാനെ കെട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെമ്മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ. എന്തേ നമ്മൾ പ്രാവർത്തികമാക്കിയില്ല? സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും കൂടി ഈ വിഷയത്തിൽ ജൂതായിസം സ്വീകരിച്ചില്ലേ? കല്യാണം കുടുംബക്കാരെ കൂട്ടാനുള്ള ഏർപ്പാടാണോ? ബന്ധുക്കൾക്ക് ചോറുകൊടുക്കാനുള്ള ഏർപ്പാടാണോ കല്യാണം? അതിന് ഇസ്ലാമത്തിന് വകുപ്പ് വേറെ ഉണ്ടല്ലോ ഇസ്ലാമിൽ. ബന്ധുക്കൾക്കും കുടുംബത്തിനും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമത്തിന് വകുപ്പ് വേറെ ഉണ്ടല്ലോ. അത് കല്യാണം വെച്ച് കുട്ടി കഴിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിവാഹം ഇത്രയും വലിയൊരു ഭാരമുള്ള ജോലിയാക്കി തീർത്തത് ആരാ? ഈ ഉമ്മത്തല്ലേ? കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി ഒരു ഉളുപ്പില്ലാണ്ട് പോയി തിന്നില്ലേ നമ്മൾ? ഏതടിസ്ഥാനത്തിലാ തിന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമാന്റെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? നുബുവത്തിന്റെ അടിസ്ഥാനത്തിലും ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കഴിച്ചു കൊടുത്തത്? അള്ളാഹ് നടത്തുന്ന വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ ഫാത്തിമാന്റെ കല്യാണം കഴിച്ചത്? അതോ നബി തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? എന്തേ റസൂലുള്ളാഹി തങ്ങൾ കുടുംബക്കാരെ വിളിച്ചില്ല? എന്തേ റസൂലുള്ളാഹി തങ്ങൾ ബന്ധുക്കളെ വിളിച്ചില്ല? എന്തേ റസൂലുള്ളാഹി തങ്ങൾ നജ്ജാശി രാജാവിനെ വിളിച്ചില്ല? എന്തേ മുഖൗഖിസ് രാജാവിനെയും ഹിക്കൽ ചക്രവർത്തിയെയും വിളിച്ചില്ല? എന്തേ ഔസ് ഖസ്റജ് ഗോത്രത്തലവന്മാരെ വിളിച്ചില്ല? എന്തേ ബനു നദീർ ബനു കൈനുക്കായ ഗോത്രക്കാരെ വിളിച്ചില്ല? നമ്മൾ വകുപ്പുണ്ടാക്കുക അല്ലേ? ഫാത്തിമത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഈ നേതാക്കന്മാരെ വിളിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നിട്ടൊരു പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? നമ്മൾ ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്നവര് പന്തലം കെട്ടി പോത്തിനേർത്ത് വെളുത്ത പന്തലം കെട്ടി പോത്തിനേർത്തി ബിരിയാണിയും വെച്ച് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സകല കൊമ്പന്മാരെയും വിളിച്ച് ബിരിയാണി തീറ്റിക്കുമ്പോൾ അസബുൽ ഖൽക്കിനെയും ഫാത്തിമാനെയും ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? ഓർത്തോ? നമ്മൾ ഓർത്തോ?
എന്തെല്ലാം അനാചാരങ്ങളാണ് ഇസ്ലാമിന്റെ തലപ്പത്തൊടിക്കുന്നവർ കല്യാണത്തിനുണ്ടാക്കി തീർത്തത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക് മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചേക്കാം, മൗലവി സാഹിബെ ഞങ്ങൾക്ക് വലിയ കുടുംബമാണ്, വലിയ ആൾക്കാരുള്ളതാണ്, വലിയ ശിഷ്യന്മാരിലുള്ളതാണ്, വലിയ ആൾക്കാരുള്ളതാണ്, അപ്പൊ കൂടാണ്ട് ചെയ്യോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പാവം ആഫ്രിക്കയിൽ നിന്ന് നാട് കടത്തിയിട്ട് വന്നത്. തങ്ങൾക്ക് കുടുംബമില്ല, അഷ്റഫുൽ ഖൽഖിന് ബന്ധുക്കളില്ല, അഷ്റഫുൽ ഖൽഖിന് തറവാട്ടുകാരനല്ല, അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമാക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല. മുർത്തദ്ദായി പോകുന്ന വാക്ക് പറയരുത്. ഇത് ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്. തിന്നാനായി വിധിക്കപ്പെട്ടവർക്ക് ഇത് മനസ്സിലാവില്ല. ആദർശത്തിന്റെ നേരിയ രീതിയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ വിദേഹത്തിന്റെ ചോറാണ് ഇതൊക്കെ. നാളെ ആഖിറത്തിൽ വിദേഹത്തിന്റെ ചോറിന് മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ നിക്കാഹിന്റെ അന്ന് 10,000-കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടിട്ട് നാം ആർഭാട കല്യാണം നടത്തിയില്ലേ? റസൂലുള്ളാഹി തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടല്ലേ നാം ആ രീതിയിലാക്കിയത്. അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമ, ആ ഫാത്തിമ എന്റെ മോളെ പോലെയല്ല, ഒരു സാധു ഫക്കീറായ മനുഷ്യന്റെ മോളാണ്. ഞാൻ ഈ നാട്ടിലെ പണക്കാരനാണെന്ന് ആദ്യാക്കന്മാരും മുസ്ലിയാക്കന്മാരും ചിന്തിച്ചില്ലേ? കല്യാണത്തെ പണക്കാർക്ക് പണം ചെലവഴിക്കാനുള്ള വഴിയും പണ്ഡിതന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴിയാക്കി മാറ്റിയില്ലേ കല്യാണം? നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം നടത്തുമ്പോൾ ഒരു പോത്തിനിറത്തിട്ട് ബിരിയാണിയും വെച്ച് ഒരു വെളുത്ത തുണി കൊണ്ട് പന്തലും കെട്ടി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വൻ സ്രാവുകളെ വിളിച്ചു വരുത്തിയാൽ ഒരു മോളെ കല്യാണമാണെങ്കിൽ 100 മക്കളെ കല്യാണം കഴിക്കേണ്ട പൈസ കാശെത്തൂലേ? അതല്ലേ പണ്ഡിതന്മാരെ കല്യാണത്തെ വിദ്വത്വൽക്കരിച്ചത്? പണക്കാരനെ സംബന്ധിച്ചോളം പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ ഏർപ്പാടാക്കി മാറ്റിയില്ലേ കല്യാണം? ജനകീയവൽക്കരിക്കപ്പെടേണ്ട ഇബാദത്ത് പൈശാചികവൽക്കരിക്കപ്പെട്ടില്ലേ ഈ ഉമ്മത്തിന്റെ കൈകളാൽ? അതിന് പള്ളിക്കമ്മിറ്റിയും നേതൃത്വവും സപ്പോർട്ടും ചെയ്തില്ലേ? എന്താ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പെൺകുട്ടികൾക്ക് എന്തിനാണ് കാശിയലവ് വിവാഹത്തിന്? ഇസ്ലാമിക ശരീഅത്തിൽ പെൺകുട്ടികൾക്ക് കാശിയലവുണ്ടോ കല്യാണത്തിന്? പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായ നിധി ഉണ്ടാക്കാൻ നമുക്ക് ഏതാ വകുപ്പ്? ആൺകുട്ടികളെ കെട്ടിക്കാനാണ് സഹായ നിധിയെങ്കിൽ വകുപ്പുണ്ട്, സുന്നത്തായ വകുപ്പുണ്ട്. പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായ കമ്മിറ്റി ഉണ്ടാക്കാൻ ഏതാ വകുപ്പ്? നമ്മൾ ഉണ്ടാക്കിയ വകുപ്പല്ലേ അത്? നമ്മളെ വകുപ്പല്ലേ അത്? സാധുക്കളായ പെൺകുട്ടികളെ കെട്ടിക്കാനായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ട് പണപ്പിരിവ് നടത്തി. അത് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് പിരിച്ചതെങ്കിൽ സുന്നത്ത് കിട്ടൂലായിരുന്നോ? പെൺകുട്ടിക്ക് വേണ്ടി പിരിക്കാൻ ഏതാ വകുപ്പ് ഇസ്ലാമില്? ഇസ്ലാമിക ശരീഅത്തിൽ പെൺകുട്ടികളെ കല്യാണം നടത്താൻ എന്താ ചെലവ്? 5 പൈസന്റെ ചെലവ് ഇസ്ലാമിക ദൃഷ്ടിയ പെൺകുട്ടികളുടെ ചെലവിലില്ലല്ലോ. നമ്മൾ ആവശ്യമില്ലാത്ത ജൂതായുസം കടത്തിക്കൂട്ടി ഉമ്മത്തിന്റെ പെരടിക്ക് ഭാരം ചുമപ്പിച്ച് ആ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി വിദേഹത്തായ വഴികൾ സ്വീകരിച്ച് പൈസ ഉണ്ടാക്കിയില്ലേ നമ്മൾ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട്? ഇപ്പോഴെന്താ അഷ്റഫുൽ ഖൽഖിന്റെ ശരീഅത്തിന് വിവാഹം ഒരു പരിപാടി ഖത്തീർ സാഹിബ് വന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ സവൈതുക വഅൻഗഹതുക കൊടുങ്കയത്തിലേക്ക് ഫാത്തിഹ, എല്ലാം ക്ലിയറായി, എല്ലാ ഹറാമും ഹലാലായി, എല്ലാ വിദേഹത്തും സുന്നത്തായി. ആകെ ചെയ്യുന്ന ജോലി എന്താ? ദവൈതുക്കയും അംഗത്തുക്കയും പറയാൻ പള്ളി കമ്മിറ്റിന്റെ ഓർഡർ വേണം. സ്ത്രീധന പൈസക്ക് ടാക്സ് വാങ്ങിയില്ലേ പള്ളി കമ്മിറ്റിക്കാര്? സ്ത്രീധന പൈസക്ക് ടാക്സ് വാങ്ങാന്നുള്ള പരിപാടി ബിസ്മീൻ കുട്ടി കള്ളുടിക്കും പോലെയല്ലേ? കള്ളുകുടിക്കലോ തെറ്റ്, ബിസ്മീൻ കൂടി കൂട്ടിയാൽ അതേപോലെയല്ലേ പള്ളി കമ്മിറ്റിക്കാര് സ്ത്രീധന പൈസക്ക് ടാക്സ് നിശ്ചയിച്ചത്? നമ്മൾ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോലെ നാട് മുഴുവനും കള്ളുഷാപ്പ് ഓർക്കുക, റാക്ക് ഷാപ്പ് ഓർക്കുക, എന്നിട്ട് കുട്ടി സഖാക്കളെ കള്ളിനെതിരായിട്ട് സമരം ചെയ്യിപ്പിക്കുക. എന്തൊരു പരിപാടിയാണ് ഇത്? ഇത് ഈ ഉമ്മത്തരം കടന്നുകൂടിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോക്ക് 15 വയസ്സ് പ്രായം, പ്രിയപ്പെട്ട മോള് ഫാത്തിമക്ക് 15 വയസ്സ് പ്രായം. നുബുവത്തിന്റെ 1-ാം കൊല്ലമാണ് ഫാത്തിമ ജനിച്ചത്. നുബുവത്തിന്റെ 15-ാം കൊല്ലമാണ് മോളെ കല്യാണം. ഹിജ്റയുടെ 2-ാം വർഷം മദീനയിൽ വെച്ച്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അനസ്, നീ നാളെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറയണം. ആ കൂട്ടത്തിൽ